Hi friends, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഉള്ള സംഭവമാണ് കേട്ടോ. ഞാനിതാ ബൈക്കിൻ്റെ ഒരു ഷോക്ക് അബ്സോർബർ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഷോക്ക് അബ്സോർബർ? അപ്പോൾ ഇതുകൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു പഴയ ചെയറിൻ്റെ കാലുകളാണ് കേട്ടോ. ഒരു ഇഞ്ചിൻ്റെ സ്ക്വയറിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്, 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് എടുത്തിട്ടുണ്ട്, കുറച്ച് നെറ്റ് ബോൾട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും നമുക്ക് വർക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഷോക്ക് അബ്സോർബറിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഓരോ പൈപ്പിൻ്റെ കഷ്ണങ്ങൾ കയറ്റി കൊടുക്കാനുണ്ടാവും. അപ്പോൾ കയറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പൈപ്പാണ് എടുക്കുന്നത്. 1 ഇഞ്ചും അല്ല 1.25 ഇഞ്ചും അല്ല, അതിൻ്റെ അടിയിലുള്ള ഒരു പൈപ്പാണ് ഇത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് കയറുകയാണ് വേണ്ടത്. ഇതേപോലെ തന്നെ ഈ സൈഡിലും കയറണം. ഓക്കെ, അതിനുശേഷം ഈ പൈപ്പിനെ നമ്മൾ ഈ 2 ഹോളിലിട്ട് നെറ്റ് ബോൾട്ട് ഇട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു അളവ് പിടിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ആദ്യം ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു പീസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. 2 സൈഡും ഇങ്ങനെ തുളച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് കൊണ്ട് കയറ്റി വെക്കണേ. ഓക്കെ, അതിനുശേഷം നമ്മളിതിലൊരു സ്ക്രൂ ഇട്ടിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ ഇവിടേക്കും നമ്മളൊരു പീസ് ഉണ്ടാക്കണം കേട്ടോ. അതിനുശേഷം ഏകദേശം ഒരു ഇവിടെ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഈ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിൽ നിന്ന് 1 അടി നീളമുള്ള 2 കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വെൽഡിങ്ങിൻ്റെ പണിയാണ് ബാക്കിയുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങോട്ട് വെൽഡ് ചെയ്യാൻ കേട്ടോ. ഈ പൈപ്പ് തീരെ ഗേജില്ലാത്തതിന് പെട്ടെന്ന് ഹോൾസായി പോവാണ്. അപ്പോൾ സൂക്ഷിച്ചടിക്കണം. ആംബിയർ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പീസിന് നമ്മൾ ഇതേപോലെ വെൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് വെക്കാനുള്ള പീസും ഒരു നെറ്റ് ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലും ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ ഉണ്ടാക്കിയ അതേപോലെ ഒരു പീസ് അടിയിലും വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. സ്റ്റഡി ആയിട്ട് വെക്കണം, ചെരിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാനുള്ളൊരു പലകയുടെ കഷ്ണം കൂടി കട്ട് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ വെച്ച് നമുക്ക് അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം.
അപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെൽഡിംഗ് ഒന്നും അത്ര പക്കാ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ പൈപ്പ് തീരെ ഗേജ് ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കത്തി പോവാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചതാണ്. ഇതിലുപയോഗിച്ചിട്ടുള്ള മുഴുവൻ സാധനങ്ങളും നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്തതായതുകൊണ്ട് പൈപ്പെല്ലാം തുരുമ്പെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴകും ചെയ്തിട്ടുണ്ട്. ഗേജ് വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെൽഡിങ് അത്ര പക്ക ആവാത്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സംഭവം നല്ല വെറൈറ്റി ലുക്കുള്ള ഒരു സ്റ്റൂളായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ? ഞാനൊന്ന് ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ. സംഭവം കണ്ടോ? നല്ല ആക്ഷൻ ഉണ്ട്. നല്ല അടിപൊളിയാണ്. ഇരിക്കാൻ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മേലെ ഒരു കുഷ്യനൊക്കെ വെച്ചാൽ നിങ്ങൾ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ എന്താ പറയുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.